ഇറാനെതിരെ യുഎസിന്റെ കരയാക്രമണം ഏതു നിമിഷവും ഉണ്ടാകാമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി കൂടുതൽ അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിലെത്തി. കരയിലും കടലിലും ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന 3500 മറൈൻ സൈനികരും നാവികരുമായി അമേരിക്കൻ പടക്കപ്പൽ USS ട്രിപ്പോളിയാണെത്തിയത്. USS ബോക്സർ അടക്കം 3 കപ്പലുകളും വൈകാതെ എത്തും. ആഴ്ചകളോളം നീളുന്ന കരയുദ്ധത്തിനാണ് US പദ്ധതിയിടുന്നതെന്നാണ് റിപ്പോർട്ട്. അതിനിടെ പേർഷ്യൻ ഉൾക്കടലിലെ ഖാർഗ് ദ്വീപിലോ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തെ തീരമേഖലകളിലോ US റെയ്ഡ് നടത്തിയേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. കരയുദ്ധത്തിന് ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന അമേരിക്കൻ സൈനികർക്കുമേൽ തീമഴ പെയ്യിക്കുമെന്നും തങ്ങൾ കാത്തിരിക്കുകയാണെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഖാലിബാഫ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെ ഇറാൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നേരെ US ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 12-ന് മുമ്പ് അമേരിക്ക ഔദ്യോഗിക വിശദീകരണം നൽകണമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേലി സർവകലാശാല ക്യാമ്പസുകളെ ലക്ഷ്യം വെക്കുമെന്നും ഭീഷണി മുഴക്കി. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ USന് ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള മിസൈലുകൾക്കു വേണ്ടി നിർമ്മിച്ച സോളിഡ് ഫ്യൂവൽ എഞ്ചിൻ പരീക്ഷിച്ച് ഉത്തര കൊറിയ. ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം. ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾക്കായി വികസിപ്പിച്ച എഞ്ചിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.